ഇത് മധുരാഗിന്റെ മാനുഫാക്ചറിങ് സെക്ഷനിലാണ്. അതെ. ഇവിടെ എന്താ പണിക്കൂലി എങ്ങനെയാ സംഭവം? എന്താ സ്വർണത്തിനേക്കാൾ കൂടുതൽ പണിക്കൂലി വരുന്നുണ്ടല്ലോ ചില ഐറ്റംസിന്? ചില ഐറ്റംസിലുണ്ട്. പക്ഷെ നമ്മൾ ചില ഐറ്റത്തിന് കൂടാനുള്ള കാരണം നമ്മൾ ഒത്തിരി പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ്. ആ പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളൊരു മെൽറ്റിംഗ് പ്രോസസ്സിലേക്കാണ്. ആ കട്ടി ആ ഒരു വെയിറ്റ് നമ്മൾ മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒത്തിരി പ്രോസസ്സിൽ കടന്നു പോകുന്ന ഭാഗങ്ങൾ ഞാൻ വേണ്ടി കാണിച്ചു തരാം. കാണാൻ പറ്റും. ഈ സാധനം നമ്മൾ ഈ ഒരു മെഷീനിലേക്ക് കൊണ്ടുവന്ന് മെറ്റൽ ഈ സൈഡിലേക്ക് വിടും. ഈ ഇട്ട് കാണിച്ചത് ഗോൾഡാണ്. ഇതാണ് ഗോൾഡ്. നമ്മൾ മെൽറ്റ് ചെയ്ത സാധനം ആണ് ഈ സാധനം. ഇത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മെഷീനിലേക്ക് ഇതാക്കും, ഷീറ്റാക്കും. ഈ ഷീറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിപ്പോൾ ബാംഗിൾസിൻ്റെ ഒരു കാര്യമാണ്. ഈ ബാംഗിൾസ് നമ്മൾ ഷീറ്റാക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള ഇതൊരു മെഷീനാണ്. നമ്മൾ ബാംഗിൾസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് നടക്കുന്ന ഈ ഒരു സാധനം. ഇത് നമ്മളെ ബാംഗിൾസ് ആണ്. ബാംഗിൾസ് ഇത് നമ്മൾ കസ്റ്റമർക്ക് അനുസരിച്ചിട്ട് സൈസ് ഉണ്ടാവും. ഓരോ സൈസിനുണ്ടാവും. ആ സൈസ് ഉണ്ടാക്കുന്നതിനുള്ള നമ്മൾ ഓരോ സൈസ് നമ്മൾ കട്ട് ചെയ്യും. ഇതിന് കട്ടീഷന് ഇത് സാധനമാണ് ബാംഗിൾ കട്ട് ചെയ്ത്. ഇതിന് നമ്മൾ ഓരോ ഡിസൈൻ നമ്മൾ കയറണമെങ്കിൽ നമ്മൾ ഓരോ ഡിസൈൻസ് ഉണ്ടാവും. ഓരോ പാർട്സ്, ചെറിയ ചെറിയ പാർട്സ് ഉണ്ടാവും. ആ പാർട്സ് എടുത്ത് ഇതെല്ലാം ഗോൾഡ് തന്നെയാണ്. നമ്മൾ അതിൻ്റെ ബ്ലാക്ക് ഇതായിട്ട് വരുന്നതാണ്. ഇങ്ങനെയുള്ളൊരു പാർട്സ് നമ്മൾ ചെയ്യും. ഇത്തിരി സാധനം ആയതിനു ശേഷം നമ്മൾ അസംബ്ലി സെക്ഷനിലേക്ക് നമ്മൾ പോവാം. ഇതാണ് നമ്മൾ അസംബ്ലി സെക്ഷൻ. അതായത് നമ്മൾ സോൾഡറിങ് പ്രോസസ്സ് എന്ന് പറയും. സോൾഡറിങ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് ഈ ചെയ്യുന്നതാണ് സോൾഡറിങ് പ്രോസസ്സ്. ഈ കാണുന്നത് ഇത് ബാംഗിൾ ജോയിൻ ചെയ്യണം. ഇത് മറ്റൊരു പ്രോസസ്സാണ്. നമ്മൾ താലി, നമ്മളെ കല്യാണത്തിന് താലിയായിട്ട് ഉപയോഗിക്കുന്ന മോഡൽസാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫയലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സോൾഡറിങ് ചെയ്തതിൻ്റെ ഭാഗത്ത് ഇതുപോലെ നമ്മൾ ഷേപ്പാക്കി നമ്മൾ ഇത് ഫയലിംഗ് ചെയ്യുന്നു. അടുത്ത നമ്മളൊരു പോളിഷ് സെക്ഷനിലേക്കാണ് പോകുന്നത്. പോളിഷ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊരു പോളിഷ് ആക്കുന്നൊരു മെഷീനാണ്. അതിൻ്റെ അകത്ത് എന്നിട്ട് അതെടുത്ത് ഓണാക്കി ഇത് ഈ സാധനം മാറ്റ് ചെയ്ത ഒരു പ്രോസസ്സാണ് ഈ പ്രോസസ്സ്. ഡിസൈൻ കയറി നമ്മളിപ്പോൾ ഈ ഒരു സാൻഡ് ചെയ്യാൻ പോവാണ്. ഇതുപോലെയുള്ള ഒരു സാധനത്തിനകത്ത് നമ്മൾ ഡിസൈൻ കയറ്റിയതിന് ശേഷം നമ്മൾ സാൻഡിങ് പ്രോസസ്സിലേക്കാണ് ഈ മെഷീനിൽ നമ്മൾ ചെയ്യുന്നത്. ഫിനിഷിംഗ് ആയില്ല, കുറച്ചും കൂടി പ്രോസസ്സ് ഉണ്ട്. ഇത് നമ്മൾ കളറിംഗ് പ്രോസസ്സാണ്. ഈ നമ്മൾ ഈ ഏരിയ ഈ കളറിംഗ് ചെയ്തതിന് ശേഷമുള്ള സാധനം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കളറിംഗ് പ്രോസസ്സാണ്. ശരിക്കും ഗോൾഡിന്റെ പനി നിറം നമുക്ക് കാണാൻ പറ്റും. മാറ്റ് അടിച്ച കുറച്ച് സാധനമാണ് ഈ ഒരു സാധനം. ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ കട്ടിംഗ് പ്രോസസ്സിലേക്ക് നമ്മൾ പോകും. ഇപ്പോൾ നമ്മളൊരു കട്ടിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ പൊസിഷനാണ് ഞാൻ ഈ കട്ടിംഗ് സെക്ഷനിലേക്ക് മാറുന്നത്. ഈ ഒരു സാധനം ഇനി കട്ട് ചെയ്തിട്ട് നമ്മൾ ഏതൊക്കെ ഡിസൈൻ ആണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ ഇവിടുന്നാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഡിസൈൻ പല തരത്തിലുള്ള ഡിസൈൻ കട്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സ്. ഫിനിഷിങ്ങിലേക്ക് പോയി നമ്മൾ കട്ടിങ് ഫിനിഷിംഗ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ അടുത്ത് പോകുന്നത് ക്യൂസിയിലേക്കാണ്. അപ്പോൾ ക്യൂസിയും കൂടി കഴിഞ്ഞാലാണ് നമുക്ക് അവിടെ റിജക്റ്റോ മറ്റുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ക്യൂസി എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള മൈന്യൂട്ട് പ്രശ്നങ്ങൾ, അതായത് ഒരു ഫുൾ ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് ആക്യുറസി ഓരോ ഏരിയയിലും നമ്മൾ അത്രമാത്രം കണ്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ മാർക്കറ്റിലേക്ക് വിടൂ.
അത്ര പെർഫെക്റ്റ് ആയിരിക്കും. അത്രയും പെർഫെക്റ്റ് ആണ്. അപ്പൊ നമ്മൾക്ക് ഏകദേശം ഒരു 10-12 പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു ഒരു വള മാർക്കിലേക്ക് എത്തുന്നത്. അപ്പൊ ഇത്രയും ഇതിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഓരോ നമ്മുടെ ഡിസൈനിനും വ്യത്യസ്തമായിട്ടുള്ള ടൈമും കാര്യങ്ങളും നമ്മൾ പ്രോസസ്സും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കൂലി, അതായത് പണിക്കൂലി നമുക്ക് എടുക്കേണ്ടി വരുന്നത്. ഒരു പ്രോസസ് ഒരു വളക്കൊക്കെ എത്ര വരുന്നത് ഒരു മണിക്കൂലി വരുമ്പോൾ? അത് ഓരോ ഡിസൈൻ അനുസരിച്ചിരിക്കുന്നു. 1 മണിക്കൂർ കൊണ്ടാകുന്നവരുണ്ട്, എന്നാൽ നമ്മൾക്ക് ഒരു 8 മണിക്കൂറോളം ചെയ്ത് ഫിനിഷ് ചെയ്യുന്നവരുണ്ട്. അത് ഓരോ ഡിസൈൻസിനനുസരിച്ചാണ്. അതെ, പണിക്കൂലി. അതെ അതെ. പിന്നെ പെർസെന്റേജ് അങ്ങനല്ലേ? പെർസെന്റേജ് നമ്മളെ സംബന്ധിച്ചിട്ട് ചില സാധനത്തിൽ നമ്മൾ ന്യായമായ കൂലി നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. എന്താണെന്ന് ഇത്രയും പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഒത്തിരി ആൾക്കാരുണ്ട് നമുക്ക് മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഏറ്റവും നമ്മൾ കൂലി കുറച്ചിട്ടൊക്കെ കൊടുക്കുന്നതിന്റെ കാരണം നമുക്ക് തന്നെ പറഞ്ഞിരിക്കാൻ പറ്റാതെയല്ല. പക്ഷെ നമ്മൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് ഇത്രയും പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് തന്നെ നമ്മൾ ന്യായമായ വില നമുക്ക് എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ. അല്ല, അതിനനുസരിച്ചുള്ള പ്രോസസ് നടക്കുന്നുണ്ട്. ഒരു വള ആയി കിട്ടാനുള്ള ഇടങ്ങേറപ്പ് നമ്മൾ കണ്ടു. അതിന്റെ ഡിസൈൻ അനുസരിച്ചാണ് പണിക്കൂലി വരുന്നത്. ഇത് ഫുൾ ചെക്കിങ് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്തിട്ട് ജ്വല്ലറിക്ക് കൊടുക്കും. ഈ ഒരു പ്രോസസ്സ് പലർക്കും അറിയില്ല ശരിക്കും, സത്യം പറഞ്ഞാൽ. നമ്മളെ സംബന്ധിച്ചിട്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇത്രയും നമ്മൾ ഇത് ആളുകളിലേക്ക് എത്തിക്കേണ്ടത്. ഈ ഒരു ചെയ്യുമ്പോൾ ഇത്രയും മാത്രം ഇതിലൂടെ കടന്നു പോകുന്നത് എത്തിക്കേണ്ട ആളുകൾ വിചാരിക്കും ഇത് കൊള്ളലാഭം ആണ്, അല്ലെങ്കിൽ ഇത്രത്തോളം എന്തിനാ മേടിക്കുന്നത്, സ്വർണത്തിന്റെ പൈസ പോലെ. അതെ അതെ. ഇത്രയും ജനങ്ങൾക്ക് ഈ ഒരു അറിവ് എന്റെ കുറവുകൊണ്ട് തന്നെയാണ് ചില സ്ഥലത്ത് പോയിട്ട് നമ്മള് വില വെച്ചിട്ട്. അപ്പൊ ഈ പ്രോസസ് ഒക്കെ അവർക്ക് കാണിച്ചു തന്നത് ഇപ്പൊ നമ്മളുടെ മധുരാഗിലാട്ടോ. താങ്ക് യു. ഓക്കെ, സോ മച്ച്. ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഓക്കെ.